ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാഘോഷ പരിപാടിക്ക് അവർ പോയതാണ് കേട്ടോ. സൗദിയിൽ ലേറ്റ് ആയിട്ടാണ് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. ട്രിപ്പാന്ന് പറഞ്ഞൊരു അസോസിയേഷനിലെ അംഗമാണ് കേട്ടോ ചേട്ടനൊക്കെ. സൗദിയിലുള്ളൊരു അസോസിയേഷനാണ്. ട്രിവാൻഡ്രത്തുള്ള മലയാളികൾ, സൗദി മലയാളികളുടെ ഗ്രൂപ്പാണ് ഈ ട്രിപ്പാന്ന് പറയുന്നത് കേട്ടോ, പ്രവാസി ഗ്രൂപ്പാണ്. അപ്പോൾ അവിടെ ഓണ പരിപാടിക്കായിരുന്നു ഇവർ പോയിരുന്നത്. അവിടെ ഉച്ചയ്ക്കാണ് കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത്. ഒരു വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ പരിപാടി. അതുകൊണ്ട് വെള്ളിയാഴ്ച സൗദിയിൽ എല്ലാവർക്കും ലീവാണ്. തിരുവനന്തപുരത്ത് സദ്യ ഭയങ്കര സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു അവിടെയും സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു സദ്യയെല്ലാം. 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. വിത്ത് ഗോളിയായിരുന്നു കേട്ടോ. ഗൗരിക്ക് സദ്യ കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ അവൾക്ക് വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ മടി കാണിക്കുമെങ്കിലും ഇഷ്ടപ്പെടാത്ത കറികളാണെങ്കിലും ഇലയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ക്ലീനാക്കി കഴിക്കും കേട്ടോ. ഒരു കറി പോലും ബാക്കി വയ്ക്കാതെ ക്ലീനാക്കി കഴിക്കും. അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സദ്യ കേട്ടോ. ഓണത്തിൻ്റെ സദ്യ എന്നൊന്നും ഇല്ല കേട്ടോ അവൾക്ക്. സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള കുട്ടിയാണ് ഗൗരി. അങ്ങനെ അവർ സദ്യയൊക്കെ കഴിച്ച് പായസം കുടിച്ച് പരിപാടി തുടങ്ങിയിട്ട് നോക്കും. തിരുവാതിര കളിയിൽ നിന്നാട്ടോ ആദ്യം പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആ അസോസിയേഷൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റിൻ്റെ ഒക്കെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു സംഘടനയാട്ടോ ഇത്. അപ്പോൾ അതിൻ്റെതായ രീതിക്ക് അവർ പ്രോഗ്രാംസൊക്കെ കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് അവർ കണ്ടന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ വേണ്ടി ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ കൊച്ചുങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. പിന്നെ പാട്ട് പാടാൻ അറിയുന്നവർ പാട്ടും പാടിയിരുന്നു. ഇവിടെ ഭയങ്കര വെയിലും ചൂടും ആയതുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന ഏകദേശം വൈകുന്നേരം സമയത്താണ് കേട്ടോ. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നത്. കൊച്ചുങ്ങൾക്കുള്ള വടംവലിയും വലിയ ആൾക്കാർക്കുള്ള വടംവലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടൊക്കെയാണ് ഗെയിംസൊക്കെ കളിച്ചത് കേട്ടോ. ആരോസിന് പിന്നെ ഇങ്ങനെയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ കളിക്കാനും അതിൽ കൂടെ നിൽക്കാനും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന കൊച്ചാട്ടോ. നാട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഗംഭീരമായിട്ടാട്ടോ അവർ സെലിബ്രേറ്റ് ചെയ്ത്. പൊതുവെ പ്രവാസികൾക്ക് ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയുള്ള കാര്യങ്ങളല്ലേ. ചേച്ചിയും ഈ വടംവലിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആരും അങ്ങോട്ട് മാറി നിൽക്കുകയൊന്നും ചെയ്തില്ലായിരുന്നു. ഈ പ്രോഗ്രാം ചുമ്മാ കണ്ടക്ട് ചെയ്തു എന്നല്ല കേട്ടോ. ഇതിൽ ജയിച്ച ആൾക്കാർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. മത്സരത്തിൽ വിജയിച്ച ആൾക്കാർക്കൊക്കെ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൊടുത്തായിരുന്നു കേട്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ എല്ലാവർക്കും കൊടുത്തായിരുന്നേ. എല്ലാവരും മാക്സിമം അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ഓണം അവർ കളറാക്കിട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കൊച്ചുങ്ങൾക്കും ചെറിയ ഗിഫ്റ്റൊക്കെ അവർ കൊടുത്തിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇത് പിന്നെ ചേച്ചിയും ചേട്ടനും വാട്ടർ ബലൂൺ ചലഞ്ചിൽ ജയിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇതൊക്കെയാട്ടോ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ.